കഴിഞ്ഞ ദിവസം താരസംഘടനയായ അമ്മയിൽ നടന്ന ഒരു വിഷയം സംബന്ധിച്ച വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. അത് വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയും ചെയ്യപ്പെട്ടു. സിനിമാ ഗ്രൂപ്പുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. എന്നാൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് പലരും എത്തിയെങ്കിലും ഇന്നും ആ വിഷയത്തിൽ വേറെയും ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന ചില വാക്കുകളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. മോഹൻലാൽ ബൈജു സന്തോഷിനോട് രൂക്ഷമായി മറുപടി പറഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു മലയാള സിനിമയുടെ താരസംഘടനയായ അമ്മയുടെ 31ാമത് ജനറൽ ബോഡി മീറ്റിംഗ് നടന്നത്. മമ്മൂട്ടി ഒഴികെയുള്ള ഭൂരിഭാഗം അഭിനേതാക്കളും പരിപാടിയിൽ എത്തിയിരുന്നു. ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തിരുന്നതാണ്. പിന്നാലെ യോഗത്തിൽ വെച്ച് മോഹൻലാലും നടൻ ബൈജുവും തമ്മിൽ തർക്കമുണ്ടായി എന്ന തരത്തിൽ പ്രചാരണങ്ങൾ നടന്നു. പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തന്നെ വരണമെന്ന് താരങ്ങൾ ഒരേപോലെ യോഗത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ യോഗത്തിൽ കുറേയധികം പേർ പങ്കെടുത്തില്ലെന്നും അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നും ആയിരുന്നു മോഹൻലാലിന്റെ നിലപാട്. 3 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്താനും അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതിന് പിന്നാലെയാണ് ബൈജു സംസാരിക്കാൻ വന്നത്. നടന്റെ വാക്കുകൾ മോഹൻലാലിനെ ചൊടിപ്പിച്ചെന്നും ഇരുവരും വാക്കുതർക്കമായെന്നും ആയിരുന്നു വാർത്തകൾ. പിന്നാലെ ട്രോളുകളിലും ഇതിടം പിടിച്ചു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടു. ഇത് വലിയ തോതിൽ പ്രചരിച്ചതിന് പിന്നാലെ അമ്മ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന നടി സരയു മോഹൻ ഒരു ട്രോളിന് താഴെ കമന്റുമായി എത്തി. ആഹാ എന്നിട്ട് എന്നായിരുന്നു പൊട്ടിച്ചിരിക്കുന്ന ഇമോജിക്ക് ഒപ്പം സരയു കുറിച്ചത്. ഇത് ഏറെ ശ്രദ്ധ നേടി. ഈ സാഹചര്യത്തിൽ ബൈജുവും മോഹൻലാലും തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സരയു. ഇന്റേണൽ മീറ്റിംഗ് ആയിരുന്നു നടന്നത്. ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. വളരെ സൗഹാർദ്ദപരമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് നടന്നൊരു മീറ്റിംഗ് ആണ്. എപ്പോഴും ഉള്ളതിനേക്കാൾ നമ്മളെല്ലാവരും കൂടുതൽ സമയം ചിലവഴിച്ച് വൈകുന്നേരം കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയൊരു മീറ്റിംഗ്. തെറ്റായ വിവരമാണിത് എന്നായിരുന്നു സരയിന്റെ വാക്കുകൾ. എന്നാൽ അതിനുശേഷം ബൈജു തന്നെ രംഗത്തെത്തുകയുണ്ടായി. സംഭവത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ബൈജു. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞത്. മോഹൻലാലിന്റെ മറുപടി വളച്ചൊടിച്ചാണ് ഇത്തരം പ്രചരണമെന്ന് ബൈജു സന്തോഷ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില വാർത്തകൾ ഞാനും കണ്ടു. സത്യമറിയാതെയാണ് ചിലർ അത് പ്രചരിപ്പിക്കുന്നത്. വാസ്തവം അതൊന്നുമല്ല. അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിന് 3 വർഷത്തിന് ശേഷമാണ് ഞാൻ പങ്കെടുക്കുന്നത്. മീറ്റിംഗിന് കുറച്ച് താമസിച്ചാണ് ഞാൻ എത്തിയത്. അപ്പോൾ തന്നെ മോഹൻലാൽ പ്രസംഗിച്ച് കഴിഞ്ഞിരുന്നു. ഇപ്പോഴുള്ള കമ്മിറ്റിയും പ്രസിഡന്റ് മോഹൻലാലും സ്ഥാനം ഒഴിയുകയാണെന്നും പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയാണെന്നും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ പ്രസംഗിച്ചപ്പോൾ ഇപ്പോഴുള്ള കമ്മിറ്റി 2 വർഷം കൂടി അങ്ങനെ പോകട്ടെ എന്ന് സംസാരിച്ചു. മോഹൻലാൽ നേരത്തെ മാറാൻ തീരുമാനിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ അനിഷ്ടം പ്രകടിപ്പിച്ചു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞത് മാത്രമാണ്, അല്ലാതെ പ്രശ്നമില്ല. ബൈജു സന്തോഷ് വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു. ഈ വിഷയത്തെയാണ് മറ്റൊരു രീതിയിൽ മോഹൻലാലിന്റെ രൂക്ഷമായ മറുപടി എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. മോഹൻലാൽ മറുപടി പറഞ്ഞു, പക്ഷേ ആ അഭിപ്രായങ്ങൾ അവിടെ തന്നെ അവസാനിച്ചു എന്നതാണ് ഇവർക്ക് പറയാനുള്ളതും. എന്തായാലും ഈ ഒരു പ്രശ്നം അവർ തന്നെ വാസ്തവം എന്താണെന്ന് പറഞ്ഞു തന്നിരിക്കുകയാണ് എന്നതും വാർത്താമാധ്യമങ്ങൾ കുറിക്കുന്നു.